10 ദിവസം വെറുതെ അനങ്ങാതെ എവിടെയും കിടന്ന് പണം സമ്പാദിക്കാമെന്ന് പറഞ്ഞാൽ അത് സംഗതി കൊള്ളാമല്ലേ? അതിന് പ്രതിഫലമായി ഏകദേശം 4.5 ലക്ഷത്തിലധികം കൂടി കിട്ടുമെന്നറിഞ്ഞാലോ? പിന്നെ പറയുകയും വേണ്ട. എന്നാൽ ആരും അതിശയിക്കേണ്ട, അങ്ങനെ ഒരു പരീക്ഷണം നടക്കുന്നുണ്ട് ഫ്രാൻസിലെ ടുലൂസിലുള്ള മീറ്റ് സ്പേസ് ക്ലിനിക്കിൽ. വിവാൾഡി എന്നാണ് ഈ ഗവേഷണത്തിന് നൽകിയിരിക്കുന്ന പേര്. ഗവേഷണത്തിന്റെ 3ാമത്തേതും അവസാനത്തേതുമായ ഘട്ടമാണിപ്പോൾ നടന്നു വരുന്നത്. ബഹിരാകാശ യാത്രയിൽ ശരീരത്തിന് അനുഭവപ്പെടുന്ന ഭാരമില്ലായ്മ ഉൾപ്പെടെയുള്ളവയെക്കുറിച്ച് കൂടുതൽ ഗവേഷണങ്ങൾക്കാണ് യൂറോപ്യൻ സ്പേസ് ഏജൻസി വ്യക്തികളെ പ്രതിഫലം നൽകി പരീക്ഷണത്തിന് വിധേയമാക്കുന്നത്. ഏകദേശം 4.73 ലക്ഷം രൂപയാണ് പ്രതിഫലം. വെറുതെ കിടന്നാൽ പണം സമ്പാദിക്കാമെന്നൊക്കെ തമാശയ്ക്ക് പറയാമെങ്കിലും അതത്ര എളുപ്പമാകില്ല. കാരണം കിടക്കുന്ന കട്ടിലിലടക്കം മാറ്റങ്ങൾ വരുത്തി പ്രത്യേക ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ടാകും. ബാത്ത് ടബ് പോലെ സജ്ജമാക്കിയ കട്ടിലിൽ ജലം നിറച്ച് അതിനു മുകളിൽ നനവിനെ പ്രതിരോധിക്കുന്ന തുണി വിരിച്ച് തയ്യാറാക്കിയ കിടക്കയിലാണ് 10 ദിവസത്തേക്ക് അനങ്ങാതെ കിടക്കേണ്ടത്. ഇതിലൂടെ ശരീരത്തിന് അനുഭവപ്പെടുന്ന ഭാരമില്ലായ്മ മുതലായ കാര്യങ്ങളെപ്പറ്റി പഠനം നടത്താനാകും. അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ കഴിയുന്നതിന് സമാനമായ അവസ്ഥയാണ് ഇവിടെ പഠനത്തിനായി ഒരുക്കിയിരിക്കുന്നത്. നിലവിൽ 10 വോളണ്ടിയർമാരാണ് പഠനത്തിന് വിധേയമായിരിക്കുന്നത്. വെള്ളത്തിൽ പൊങ്ങിക്കിടക്കുമ്പോൾ ഭക്ഷണം കഴിക്കുന്നതിന് ഒരു ബോർഡും തല ഉയർത്തിവെക്കാൻ നെക്ക് പില്ലോയും ലഭിക്കും. പ്രാഥമിക ആവശ്യങ്ങൾക്കായുള്ള ഇടവേളകളിൽ വോളണ്ടിയർമാരെ താൽക്കാലികമായി ഒരു ട്രോളിയിലേക്ക് മാറ്റും. കിടക്കുന്ന വിധത്തിലുള്ള ശാരീരിക നിലയിൽ മാറ്റം വരാതിരിക്കാനാണ് ട്രോളിയിലേക്ക് മാറ്റുന്നത്. കൂടാതെ കിടക്കുന്ന സമയം മൊബൈൽ ഫോൺ ഉപയോഗിക്കാനുള്ള അനുമതിയുമുണ്ട്. ഈ പഠനം കൂടാതെ തലയുടെ ഭാഗം താഴേക്ക് വരുന്ന വിധത്തിൽ കിടന്നുള്ള പഠനവും സമാന്തരമായി 10 പേരിൽ നടത്തി വരുന്നുണ്ട്. വിവാൾഡി 3നായി 20നും 40നും ഇടയിൽ പ്രായമുള്ള യോഗ്യരായ വോളണ്ടിയർമാരുടെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ കൊല്ലമാണ് ആരംഭിച്ചത്. 1.65 മീറ്ററിനും 1.80 മീറ്ററിനും ഇടയിൽ ഉയരമുള്ളവരും 20നും 26നും ഇടയിൽ ശരീരഭാര സൂചികയുള്ളവരും അലർജിയോ ഭക്ഷണ നിയന്ത്രണങ്ങളോ ഇല്ലാത്തവരുമാണ് പഠനത്തിനായി പരിഗണിച്ചിരിക്കുന്നത്. ശരീരഭാരമില്ലാതെ കഴിയേണ്ടി വരുന്ന സാഹചര്യമായതിനാൽ 10 ദിവസം കഴിഞ്ഞാൽ തുടർന്നുള്ള 5 ദിവസം പൂർവ്വസ്ഥിതിയിലേക്കുള്ള ശരീരത്തെ വീണ്ടെടുക്കലിനുള്ള പ്രവർത്തനങ്ങൾക്കായി വിനിയോഗിക്കേണ്ടതുണ്ട്. പിന്നീട് 10 ദിവസത്തിനു ശേഷം വീണ്ടും ക്ലിനിക്കിലെത്തി ആരോഗ്യസ്ഥിതി പരിശോധിക്കേണ്ടതുണ്ട്. ബഹിരാകാശ യാത്രികരുടെ ആരോഗ്യവും പ്രകടനവും ഉറപ്പാക്കുന്നതിനുള്ള പ്രതിരോധ നടപടികൾ വികസിപ്പിക്കാൻ ശാസ്ത്രജ്ഞരെ സഹായിക്കുന്നതിലൂടെ മനുഷ്യ ശരീരം ബഹിരാകാശ സാഹചര്യങ്ങളുമായി എങ്ങനെ പൊരുത്തപ്പെടുന്നുവെന്ന് മനസ്സിലാക്കുക എന്നതാണ് വിവാൾഡി പരീക്ഷണത്തിന്റെ ലക്ഷ്യം.